ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശാരദ കുസൈൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ബട്ടർ കേക്ക് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കിയാലോ. വരും നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ബട്ടർ കേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട നമുക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. രണ്ട് കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ട് ഈ മഞ്ഞക്കരുവൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാര ചേർക്കരുത് കേട്ടോ, തരിയുള്ള പഞ്ചസാര തന്നെ ചേർത്താൽ മതി. ഇനി ഇതിന് വിസ്ക് വെച്ചിട്ട് ഇതും കൂടെ എല്ലാവിടെയും ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ഞാൻ നല്ല ചൂട് വെള്ളം എടുത്തിട്ടുണ്ട്, തിളച്ച വെള്ളമാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെയും പഞ്ചസാരയും ആ ബാറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ആ ഒരു പഞ്ചസാരയുടെ ആ തരിയൊക്കെ ഒന്ന് അലിയുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നന്നായി ആ തരിയൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബീറ്റർ വെച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പതയൊക്കെ നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വിസ്ക് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താലും മതി. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചസാര എടുത്ത അതേ ഗ്ലാസ് തന്നെ വേണം കേട്ടോ മൈദ എടുക്കാൻ. ഇതിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 നുള്ള് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇതിന് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ കട്ടയോ തരിയോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. തരിയില്ലാതെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാരയും കോഴിമുട്ടയുടെയും ബാറ്റർ ഫുള്ളായിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് എല്ലാം അവിടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. കട്ടയില്ലാതെ നല്ല കുഴമ്പായിട്ടുണ്ടാവും. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 1 ഗ്ലാസ് നല്ല ചൂട് പാൽ, തിളപ്പിച്ച പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ഗ്ലാസ് പാലെടുത്താൽ മതി. ഞാൻ ഇത്തിരി കൂടുതലായിപ്പോയി. അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ബട്ടർ നന്നായി ഒന്ന് മെൽറ്റായി വരട്ടെ. 1/2 ഗ്ലാസ് പാലിലാണ് കേട്ടോ 100 ഗ്രാം ബട്ടർ ഇടേണ്ടത്. ഇനി ഇത് കുറേശ്ശെയായിട്ട് ആ മൈദയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല ടെക്സ്ചറിൽ വരണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിരിക്കും നമ്മുടെ കേക്ക്. അതുപോലെ തന്നെ ഇത് നല്ല കുഴമ്പ് രൂപമായിരിക്കണം. കൂടുതൽ ലൂസാവാനും പാടില്ല. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ലൊരു സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ നല്ല കുഴമ്പായിട്ടും ഉണ്ടാവണം. ഇതുപോലെ ആവണം. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പാലൊഴിക്കരുത് കേട്ടോ, കാരണം ഞാൻ 1 ഗ്ലാസ് പാലെടുത്തത് കൊണ്ടാണ് ഞാൻ ഇത് കൂടുതലാണ്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
അപ്പോൾ ഇതുപോലെ ആവണം. ഈ മൈദമാവിൻ്റെ ബാറ്റർ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്ത് ടെക്സ്ചറിലൊക്കെ കിട്ടണം കേട്ടോ. ഇനി ഇതിനെല്ലാം ഇവിടെ ഒന്ന് ചേർത്തിട്ട് എല്ലാവിടെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മൈദയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും നമ്മുടെ കേക്ക്. ഇനി ഒരു കേക്കിൻ്റെ പാത്രം എടുക്കുക. ഞാനിവിടെ 1/2 കിലോൻ്റെ അളവിലാണ് കേട്ടോ കേക്കിൻ്റെ പാത്രം എടുത്തത്. ഇത് ഇത്തിരി ചെറുതായി പോയി. ഇനി ഇതിലേക്ക് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ബട്ടർ ലൈറ്റായിട്ടൊന്ന് തടവി കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുമ്പോൾ നിങ്ങൾ ഈ പാത്രത്തിൻ്റെ അര ഭാഗം ഒഴിച്ചാൽ മതി. ഞാനിത് ഇത്തിരി കൂടുതലായതുകൊണ്ട് അത് ഫുള്ളായി ഒഴിച്ചു പോയി. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ ഷേപ്പ് മാറി അത് മുകൾ ഭാഗമൊക്കെ ഇങ്ങനെ കൂർമിച്ച് വന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ 1 കിലോൻ്റെ അളവിലുള്ള കേക്കിൻ്റെ പാത്രം എടുത്താണെങ്കിൽ ഈ ഇപ്പോൾ ഞാൻ അളന്ന് വെച്ചിട്ടുള്ള ആ ബാറ്റർ കംപ്ലീറ്റ് ഒഴിക്കാം. ഇതിപ്പോൾ 1/2 കിലോൻ്റെ ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് ബാറ്റർ മാറ്റി വെക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ഫുള്ളായി ഒഴിച്ചു പോയി. അപ്പോൾ ആ ഒഴിച്ചപ്പോൾ എനിക്ക് ഉണ്ടാക്കിയപ്പോഴാണ് അറിഞ്ഞത് അതിൻ്റെ ഷേപ്പ് മുകൾ ഭാഗം ഇത്തിരി ഒന്ന് കൂർമിച്ച് പോയി. അപ്പോൾ ഇത്രയും ഒഴിക്കാൻ പാടില്ല എന്ന് ഇപ്പോൾ എനിക്ക് എടുത്തപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ നിങ്ങളിതിൻ്റെ പകുതി ഒഴിച്ചാൽ മതി കേട്ടോ. ആ പാത്രത്തിൻ്റെ പകുതി ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് ഒരു ടൂത്ത് പീക്ക് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ ബബിൾസ് എയറൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് അടിഭാഗം നല്ല പോലെ ഒന്ന് തട്ടിയെടുക്കണം. ഇനി ഇതിൻ്റെ എയറൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ എല്ലാവിടെയും ഒന്ന് സെറ്റായി വന്ന ശേഷം ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റാണ് കുക്ക് ചെയ്യാനെടുക്കുന്ന സമയം. ഇതിപ്പോൾ നിങ്ങൾക്ക് 160 ഡിഗ്രിയിൽ ഇപ്പോൾ ആയിട്ടില്ലെങ്കിൽ കേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റ് എനിക്കിപ്പോൾ 160 ഡിഗ്രി ആയതുകൊണ്ട് അത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അഥവാ വെന്തിട്ടില്ല കുറച്ചുകൂടെ വേകാനുണ്ടെന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കൂടെ നിങ്ങൾക്കത് കുക്ക് ചെയ്തെടുത്ത് കറക്റ്റായി കിട്ടും. കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ആ മുകൾ ഭാഗം മാത്രം മാവ് ഇത്തിരി പാത്രം ചെറുതായി മാവ് ഫുള്ളായി ഒഴിച്ചതുകൊണ്ട് അത് മുകൾ ഭാഗത്തിൻ്റെ ഷേപ്പ് ഇതാ കണ്ടോ ഇങ്ങനെയായിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇത്തിരി എടുക്കുമ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ ഇത്തിരി വലിയ പാത്രം എടുക്കണം കേട്ടോ. അപ്പോൾ അല്ലാതെ വേറൊരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്, നല്ല മണമൊക്കെ ഉണ്ട്. ആ കേക്കിൻ്റെ ആ ഫ്ലേവർ നല്ല മണമൊക്കെ വരുന്നുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മളെ മാവ് എടുക്കുന്ന കറക്റ്റ് അളവെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.